ഹലോ ഗൈസ്, ഇന്ന് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ UK വരാണ്. അവനെ കൂട്ടാനായിട്ട് UK വന്നിട്ടും ഞങ്ങൾക്ക് അവനെ പിക്ക് ചെയ്യാൻ അവിടെ എത്താൻ പറ്റിയിട്ടില്ല. അണച്ചിട്ട് ഒരു രക്ഷയില്ല. പുള്ളിക്കാരന് സർപ്രൈസ് ആയിട്ട് പൂ എടുക്കാൻ വേണ്ടി പുള്ളിക്കാരൻ തന്നെ നമ്മളെ ഏൽപ്പിച്ചേക്കാണ്. പൂവും കിട്ടിയില്ല, കായും കിട്ടിയില്ല, എന്നെ പോലും കിട്ടിയിട്ടില്ല. ഗൈസ് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം പറയാം. തിരക്കില്ല. ബൈ ബൈ. ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ എക്സൈറ്റ്മെന്റ് നന്നായിട്ടുണ്ട് അല്ലേ ചാ? ആക്ച്വലി ഒരു പൊക്ക വാങ്ങിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു പൊക്കയ്ക്ക് 102-135 യൂറോ ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു അന്യന്റെ കൂടിയിൽ നിന്ന് 2-3 പൂച്ചെണ്ടുകൾ പറിച്ച് അതിന്റെ കൂടെ തന്നെ അതും പറിച്ചിട്ട് നമുക്ക് പൊക്കയായിട്ട് കൈപിടിച്ച് അവര് കൊടുക്കാന്ന്. അവനാണെങ്കിൽ പൂ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അവനെ മാൻഡൊക്കെ പിക്ക് ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ളതിന്റെ വിഷമം. പിന്നെ ഇവിടെ ഞങ്ങൾ നേരത്തെ വന്നില്ലാത്തുള്ളതിന്റെ വിഷമം എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഈ ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ലെവലാവും തോന്നുന്നു. എന്തായാലും അവന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കും. തികച്ചും യാദൃശികമായിട്ടുള്ളൊരു വിസിറ്റായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒരുപാട് തവണ വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വരവ് ചുമ്മയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 10-20 മിനിറ്റ് നടന്നാൽ മാത്രമാണ് നമുക്ക് അവനെ പിക്ക് ചെയ്യാനായിട്ടുള്ള ബസ് സ്റ്റാൻഡിൽ വന്ന് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് മുമ്പായിട്ട് അവൻ എന്തായാലും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കുട്ടി ഇളക്കി കളയല്ലേ, ആകെ എത്തിരിക്കോണുള്ളൂ. നീ പോണ വഴിക്ക് പൂ കിട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പോണ വഴിക്ക് റോസപ്പൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് ഭംഗിയാക്കി കൊടുക്കാം. ധൃതിയിലുള്ള നടത്തം കൊണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വേഗം തന്നെ വന്നെത്തി. അവിടെ കുറച്ച് റോസാപ്പൂ നിൽക്കുന്നു. നമ്മുടെ കയ്യിലുള്ള പൂച്ചെണ്ടിന്റെ കൂട്ടത്തിൽ റോസാപ്പൂവും കൂട്ടി ചേർക്കാന്ന് വിചാരിച്ച് പറിക്കാൻ നിന്നതാണ്. റോസാപ്പൂവിന്റെ മുകളിൽ ഒരു രക്ഷയില്ല. ഉള്ള പൂച്ചെണ്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. റോസാപ്പൂ കണ്ടു, പക്ഷെ റോസാപ്പൂവിന് ഒരു നഖം പോലും കുത്താൻ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ മുള്ളാണ് ആ സാധനത്തിൽ. അതും പ്രതീക്ഷ വന്നായിരുന്നെങ്കിലോ. ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനിയിപ്പം ഈ ബൊക്ക കൊടുത്തിട്ട്, ബൊക്കയല്ല ഈ പൂച്ചെണ്ടുകൾ അവിടെ ഉണ്ടല്ലോ, അരളിപ്പൂ വേണോ? വേണ്ട, വന്ന വഴി തട്ടി കൊണ്ട. അപ്പൊ അതുകൊണ്ട് ഇത് കൊടുത്തു നോക്കാം, അയാളുടെ റിയാക്ഷൻ അറിയാം. നച്ച് ഗൈസ്, ഞങ്ങള് 20 മിനിറ്റ് കൊണ്ട് വന്നത് 5 മിനിറ്റ് കൊണ്ടല്ലേ വന്നത്. 10 മിനിറ്റ് എടുത്തു. 10 മിനിറ്റ് 5-10 മിനിറ്റ് ഞങ്ങൾ എടുത്തുള്ളൂ. തീരെ വയ്യാണ്ടായി. നമ്മള് സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അതെ, ഇനി അവനെ തരാം. ശ്വാസം പിടിച്ച ഒറ്റ നടപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പുറകെ വഴി പോകാൻ പ്ലാൻ ചെയ്തെങ്കിലും ഇനിയും അവന് സർപ്രൈസ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഓൾറെഡി നമ്മൾ വൈകി. ഇതാണ് നമ്മുടെ തൊളയതോല വിശാലമായിട്ടുള്ള ബസ് സ്റ്റാൻഡ്. UK നിന്ന് മാൻഡ്രിഡിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് നേരെ തൊളയതോലേക്ക് വരുന്ന വരവാണ്. എന്തായാലും ഇവിടെ ചുറ്റുപാടും നോക്കിയിട്ട് ആളെ കാണാനില്ല. എവിടെ പോയോ എന്ത്? ഇനിയിപ്പോ അവൻ വന്നില്ലായിരിക്കോ, നമ്മളെ പറ്റിക്കാൻ പറഞ്ഞതാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഞങ്ങളുടെ രണ്ടുപേരിലും ഉണ്ട്. അവൻ കുറച്ച് സർപ്രൈസിന്റെ ആളായതിന്റെ പേരിൽ പറയാനും പറ്റില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ബസ് സ്റ്റാൻഡിന്റെ താഴെ മാത്രമാണ്. ബസ് ഇറങ്ങുന്ന ഭാഗത്തെ ഇനിയിപ്പോ ആ ഭാഗത്തും കൂടി നോക്കിയിട്ട് അവൻ ഇല്ലാന്ന് കൺഫേം ചെയ്യണം. ഇതാണ് ബസ് സ്റ്റാൻഡിന്റെ താഴെയുള്ള ഭാഗം. ഇവിടെ നമ്മൾ നോക്കിയിട്ടൊന്നും ആളെ കാണാനില്ല. അവന് പുറത്തുണ്ട് ഇത്ര. നമ്മള് പുറത്തുനിന്ന് അകത്തേക്ക് വന്നപ്പോ കണ്ടില്ലായിരുന്നോ? ഏത് വഴിക്കാണോ പുറത്ത് പോയേ? പുറത്തുണ്ടെന്ന്. ഇവിടെ മൊത്തം തപ്പിയിട്ടും ആളെ കാണാത്തതിന്റെ പേരിൽ ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചു. ബസ് സ്റ്റാൻഡിന് പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. എന്തായാലും കണ്ടുമുട്ടി. കൊണ്ടെന്ന് പോച്ചിട്ടുണ്ട് അവന് സമ്മാനമായിട്ട് കൊടുത്തു. തൊളയതോല് വന്നിട്ടുണ്ടെന്ന് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു. അവസാനം അങ്ങനെ അജുവിനെ കണ്ടു. അജുട്ടാ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ട്രാവൽ ചെയ്ത്? ജാക്കറ്റൊക്കെ ഇട്ടത് ഒരാള് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അജൂട്ടനെ പിക്ക് ചെയ്തു. അജൂട്ടോ ജാക്കറ്റും ജീൻസൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഈ ഒടുക്കത്തെ ചൂട് സമയത്ത്. അജൂട്ട എന്താ പറയാനുള്ളത്? എനിക്ക് അങ്ങനെ അജൂട്ടൻ ഞാൻ സത്യം പറഞ്ഞ ഒരു അജ്ഞാത ശക്തിയായിട്ട് മാത്രമാണ് ഞാൻ അജൂട്ടനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ശരിക്കും അജൂട്ടൻ എന്ന് പറഞ്ഞ ഒരാള് ജീവനോടുണ്ടെന്ന് ഓ അജൂട്ടൻ എനിക്ക് വേണ്ടി സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ടുണ്ട്. ഐഫോൺ വാങ്ങുമ്പോ തരാം.
അയ്യോ ഈ ചെങ്കുഞ്ഞി സന്തോഷമായി ചെങ്കുഞ്ഞി പാവന്റെ ചെങ്കുഞ്ഞി. ഞങ്ങളുടെ മണിമാളികയിലേക്ക് ഒരാൾ കൂടി. മണിമാളികയല്ല കാലിത്തൊഴുത്തില്ലേ ചേട്ടാ. UK ആണോ ഇവിടെയാണോ രണ്ട് തമ്മിലുള്ള താരതമ്യം എന്ന് പറഞ്ഞേ? അതെന്താ? ഇറങ്ങിയില്ലേ ഉള്ളൂ, ചൂടാന്നൊക്കെ പറഞ്ഞേ. 5 ദിവസം ഇവിടെ ഉണ്ടാവോ? ഈശ്വരാ അതെ 5 ദിവസം കൂടി സഹിക്കണമല്ലോ. ഇവിടുന്ന് വീട്ടിലേക്ക് ഒരു 20 മിനിറ്റ് നടക്കാനുള്ളതുണ്ട്. പിന്നെ അജൂട്ടനും കൂടി ഉള്ളതുകൊണ്ട് സംസാരിച്ച് നടക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു സർപ്രൈസ് ഗിഫ്റ്റിന്റെ കേസ് പറയുന്നത് കേട്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ടോട്ടലി അന്തിച്ചു പോയത്. കഴിഞ്ഞു പോയ എന്റെ ബർത്ത്ഡേക്ക് അവൻ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വരുമ്പോ തരാന്ന് പറഞ്ഞിരുന്നു. അതാണ് ഈ ഗിഫ്റ്റ്. പണ്ടങ്ങാണ്ട് എനിക്ക് മേടിച്ച ഗിഫ്റ്റാണ്. ഇവൻ ഓർത്ത് വെച്ച് തൊളേതൊലിക്ക് വരുന്ന സമയത്ത് തന്നെ ഇത് മറക്കാണ്ട് എടുത്തോണ്ട് വന്നല്ലോ എന്ന് വിചാരിച്ചപ്പോ ഞാൻ അന്തിച്ചു പോയി. അജൂട്ടന്റെ ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കാണ്. ഹായ്, നല്ല രസമുണ്ട്. എയറോപ്ലെയിൻ. എന്റെ പേര് ആദ്യമായിട്ട് എനിക്ക് എന്റെ പേരൊക്കെ എഴുതിയ സംഭവം. പാസ്പോർട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു പേഴ്സാണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. അതിൽ എൻ്റെ പേര് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു കീടവും ഒരു എയറോപ്ലെയിനും ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ്. ഇതിന്റെ പുറകുവശത്തായിട്ട് ഇത് അടയ്ക്കാനായിട്ടുള്ള ഒരു ബാൻഡ് പോലത്തെ ഒരു സംഭവം കണ്ടു. ഈ ഒരു കുഞ്ഞ് പേഴ്സ് പോലെ ഇരിക്കുന്ന സംഭവം തുറന്നു പോയാലും കുഴപ്പമില്ല. അതിലെന്റെ പാസ്പോർട്ട് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഏത് കള്ളിയിൽ വേണമെങ്കിലും നമുക്ക് പാസ്പോർട്ട് വെക്കാം. ഈ ഒരു കള്ളിയിൽ വേണമെങ്കിലും ഇപ്പുറത്തെ കള്ളിയിൽ വേണമെങ്കിലും പാസ്പോർട്ട് വെക്കാം. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കള്ളികളുണ്ട്. അതിൽ ഫോട്ടോസോ ID കാർഡോ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇതാണ് UK അവൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.